2026 കേരള ധനകാര്യ ബിൽ 2026 കേരള ധനകാര്യ 2-ാം നമ്പർ ബിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാലിന് ചട്ടം 76 ക്ലോസ് 1 താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2026 കേരള ധനകാര്യ ബിൽ, 2026 കേരള ധനകാര്യ 2-ാം നമ്പർ ബില്ല് എന്നിവ ഇന്ന് സഭ മുമ്പാകെ അവതരിപ്പിക്കുന്നതിനും അതിനുശേഷം ബില്ലുകൾ ഇന്ന് തന്നെ പരിഗണനയ്ക്കെടുക്കുന്നതിനുമായി കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടം 76(1) താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതിന് ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ 2026 കേരള ധനകാര്യ ബിൽ, 2026 കേരള ധനകാര്യ 2-ാം നമ്പർ ബിൽ എന്നിവ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2026 കേരള ധനകാര്യ ബിൽ, 2026 കേരള ധനകാര്യ 2-ാം നമ്പർ ബിൽ എന്നിവ ഞാൻ അവതരിപ്പിക്കുന്നു. ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുന്നു. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? സർ, ഇതിനകത്തൊരു ഭേദഗതി ഉണ്ട്, അത് ക്ലോസ് എടുക്കും മതിയല്ലോ. യെസ്. സർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസംബ്ലി സെഷനാണ്. നമ്മുടെ ഈ നിയമനിർമ്മാണം തന്നെ വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പലതും ഇന്ന് നടന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനം നേറ്റിവിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതാണ്. സർ, കേരളത്തിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ജനങ്ങൾക്കുണ്ടാകുന്ന, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിനുണ്ടാകുന്ന ആശങ്ക ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും കേരളത്തിലെ ഒരാൾക്കും ഇവിടുത്തെ പൗരത്വമോ അല്ലെങ്കിൽ ഇവിടുത്തെ നേറ്റിവിറ്റിയോ ഉള്ള ഒരാളെയും, നേറ്റിവിറ്റി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പൗരത്വത്തിൻ്റെയൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സർ, അത് സംരക്ഷിക്കുമെന്ന് ഉറപ്പാക്കുന്ന ഏറ്റവും ചരിത്രപരമായ, ലോകത്ത് തന്നെ അത്ഭുതകരമായ വ്യത്യാസമുള്ളൊരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയ സഭയാണ് സാർ ഇന്ന്. അത്തരം കാര്യങ്ങളിൽ പോലും എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ UDF-ൻ്റെ നേതാക്കന്മാർ ഇവിടെ ഇരുന്നേനെ. അവർക്കിത് പാസ്സാക്കരുതെന്നാണ് സാർ. അവർക്ക് വിവാദമുണ്ടാക്കണമെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതും മാത്രമാണ് സാർ അവരുടെ ലക്ഷ്യം. അതേ സമീപനം തന്നെയാണ് സാർ നമ്മുടെ ധനകാര്യ കാര്യങ്ങൾ വന്നത്. സാർ, പ്രധാനപ്പെട്ട 2 ബില്ലുകളാണ് സാർ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒന്ന്, ചെറിയ ചില വ്യവസായികൾക്കും നമ്മുടെ GST വകുപ്പിൻ്റെ കീഴിലും സെൽ ടാക്സിൻ്റെ വകുപ്പിൻ്റെ കീഴിലുമുള്ള വ്യാപാരികൾക്ക് ഉണ്ടായിരുന്ന ചില പരാതികൾ പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം നമ്മളൊരു നിയമം കൊണ്ടുവന്നു. 50,000 രൂപ വരെയുള്ള മുഴുവൻ എല്ലാ കടബാധ്യതകളും എല്ലാ നികുതി ബാധ്യതകളും എഴുതിത്തള്ളുന്നതിനുള്ള നിയമം കൊണ്ടുവരുന്നു. അതല്പം കൂടി നീട്ടുന്നതിനും ചില അസൗകര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രൊവിഷനാണ് സർ. രണ്ടാമത്തെ ഫ്ലഡ് സെസ് എന്ന് പറയുന്നൊരു സെസ് ഉണ്ടായിരുന്നു. അതും GST വന്നതിന് ശേഷമാണ് നമ്മൾ ഏർപ്പെടുത്തിയതാണ്. അതിനകത്തും ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കഴിഞ്ഞ ബില്ലുണ്ടായിരുന്നു. അല്പം കൂടി അതിന് സമയം കൊടുക്കുന്ന ഒരു അമെൻമെൻറ്റാണ് സാർ. ഈ 2 അമെൻമെൻറ്റ് ഇതിലുണ്ട് സാർ. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തൊരു വർഷക്കാലത്തേക്കുള്ള ധന ചെലവുകൾ, നമ്മുടെ ബഡ്ജറ്റ്, അതിൻ്റെ എല്ലാ പ്രവൃത്തികളും അംഗീകരിക്കുന്നതിനുള്ള ഒരു ബില്ലാണ് സാർ. സാർ, അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ ആകെയുള്ള ബഡ്ജറ്റ് 2,39,000 കോടി രൂപയുടെ വലിയൊരു ബഡ്ജറ്റാണ്. അതിനകത്ത് സാർ നമ്മളിപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എല്ലാ മേഖലകളിലും ക്ഷേമ പദ്ധതികൾക്ക് വലിയ പരിഗണനയുണ്ട്, വികസന കാര്യങ്ങൾക്ക് വലിയ പരിഗണനയുണ്ട്, നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും DAയും പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ തീരുമാനമുണ്ട്, അഷ്വേർഡ് പെൻഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അംഗീകരിച്ചൊരു നിയമമാണ് സർ. അത്രയും വലിയൊരു മേഖലകളിൽ ഇടപെടുന്ന ഒരു നിയമം എന്ന നിലയിൽ ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പുള്ള ബഡ്ജറ്റിലും അവരാരും പങ്കെടുത്തില്ല സർ. സർ, ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് രാജിവെക്കണം എന്നാണ്. കാരണമൊന്നുമില്ല. കാരണം ഈ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക്കായ കാര്യമൊന്നുമല്ല. 5 വർഷക്കാലം സാർ, ഒരു വർഷം ശരാശരി 1.25 ലക്ഷം കോടി രൂപ, 2 ലക്ഷം കോടി രൂപ ചിലവാക്കുന്ന ഒരു സർക്കാരിനകത്ത് ഏതെങ്കിലും വകുപ്പിനെ പറ്റിയോ മന്ത്രിയെ പറ്റിയോ കാര്യമായ ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാർ. അവർ മുദ്രാവാക്യം വിളിക്കുന്നത് രാജിവെക്കണം എന്നിട്ട് ഞങ്ങളെ കയറ്റിയിരുത്തണം സാർ. രാജിവെക്കണം ഞങ്ങളെ കയറ്റിയിരുത്തണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും സാർ. ഇവിടെ ഞങ്ങളിപ്പോൾ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുന്നു സാധാരണക്കാർക്ക്. അത് 20 ലക്ഷം പുഞ്ചിരികൾ എന്നുള്ളൊരു പരസ്യം ഇന്നൊരു വാർത്ത കണ്ടു. 5 ലക്ഷം വീടുകൾ കൊടുത്തു സാർ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ക്ഷേമ പെൻഷൻ, 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി 2,000 രൂപ വെച്ച് കൃത്യമായി കൊടുക്കുന്നൊരു പദ്ധതി. പുതുതായി കൊണ്ടുവന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ സാർ 30 ലക്ഷത്തോളം ആൾക്കാണ് മാസം 1000 രൂപ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ തുടങ്ങിക്കഴിഞ്ഞു സാർ. അതിൻ്റെ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സാർ. അത് നടപ്പിലാക്കി. കണക്റ്റ് വർക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാർക്ക് ജോലിയിലേക്ക് പോകുന്നതിന് വേണ്ടി അവരുടെ പഠിത്തം കഴിഞ്ഞിട്ട് അവർക്ക് ചെറിയൊരു സഹായം കിട്ടുന്ന കണക്റ്റ് വർക്ക് പദ്ധതി സാർ. ഇവിടെ തൊഴിൽ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തൊരു സർക്കാരാണ് സാർ. കേന്ദ്ര ഗവൺമെൻറ് നിർത്തലാക്കുന്ന നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും മാറ്റി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ 1000 കോടി രൂപ അതിനു വേണ്ടി മാത്രമായി മാറ്റിവെച്ച് നമ്മുടെ ഗ്രാമീണ ഭവനങ്ങളിലെ സാധാരണക്കാർക്ക് തൊഴിൽ കിട്ടുന്നതിന് സംവിധാനം നടത്തിയൊരു സർക്കാരാണ് സാർ ഈ സർക്കാർ. സാർ, ഇതേപോലെ
എല്ലാ മേഖലയിലും ആശ, അംഗൻവാടി തുടങ്ങിയ സ്കീം വർക്കേഴ്സിനും നമ്മുടെ അസംഘടിത മേഖലയിലെ ഓട്ടോറിക്ഷ തുടങ്ങിയ അല്ലെങ്കിൽ അസംഘടിത മേഖലയിൽ വിവിധ മേഖലകളിലുള്ള ഹരിതകർമ്മസേന ഉൾപ്പെടെ എല്ലാവർക്കും വിവിധ പദ്ധതികൾ കൊണ്ടുവന്നൊരു ബഡ്ജറ്റാണ് സാർ. ആ ബഡ്ജറ്റിൻ്റെ അടുത്ത വർഷത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനകാര്യ ബില്ലാണ് സാർ ഇതിനകത്ത് പാസ്സാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സാർ, ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം സാർ. ഈ ബില്ല് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധനകാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനോട് സഹകരിക്കാതിരിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അവർക്കൊരു കാര്യം അറിയാം, ഇത്തരം കാര്യങ്ങൾ വരുന്നത് ജനങ്ങൾക്ക് വളരെയേറെ പിന്തുണ വരും, അവർക്ക് ഇതിനകത്ത് ഇഷ്ടമില്ല. അതുകൊണ്ട് സാർ, ജനങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു കാര്യം മാത്രമേ ഞാൻ ഈ ചുരുക്കി സഭയിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സാർ, ഒന്നാം പിണറായി സർക്കാർ ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും കൊണ്ടുവന്നപ്പോൾ അത് നടപ്പിലാക്കാനല്ല, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ 15% കുറയ്ക്കും, ഞങ്ങൾ ഈ ആനുകൂല്യങ്ങൾ കുറയ്ക്കുമെന്ന് പറഞ്ഞതാണ് സാർ. ഇത് നടക്കാനേ പറ്റില്ലെന്നാണ് പറഞ്ഞത് സാർ. ഈ 5 വർഷക്കാലം ഇത് കൃത്യമായി നടപ്പിലാക്കാനും 1,15,000 കോടി രൂപ ശരാശരി ഒരു വർഷം ചെലവാക്കിക്കൊണ്ടിരുന്ന ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ 1,75,000 കോടി ശരാശരി ചെലവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി സാർ. അടുത്തൊരു ഗവൺമെൻറ് ഇതേ തുടർച്ച ഉണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയത് 3 ലക്ഷം കോടിയിലേക്കോ 3.5 ലക്ഷം കോടിയിലേക്കോ എത്താൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിലെ സാമ്പത്തിക മേഖലയെ, ധനകാര്യ മേഖലയെ എത്തിച്ചേർക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ളത് വ്യക്തമാണ് സാർ. ഈ കാര്യങ്ങളാകെ നടപ്പിലാക്കണമെങ്കിൽ തുടർച്ച വേണം സാർ. ഇവർ തകർക്കാനാണ് നിൽക്കുന്നത് സാർ. ഡിസ്ട്രക്റ്റീവാണ് സാർ. ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സാണ് സാർ അവർ കഴിയുന്നത്. അവർ ടെർമിനേറ്റേഴ്സാണ് സാർ. സാർ, ഞങ്ങൾ ടെർമിനേറ്റേഴ്സ് അല്ല, ഞങ്ങൾ കേരളത്തിൻ്റെ എക്കണോമിയുടെ ടെർമിനേറ്റേഴ്സ് അല്ല, ഡിസ്ട്രക്റ്റേഴ്സ് അല്ല. കേരള എക്കണോമിയെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിയായി വളർത്തിക്കൊണ്ടുവരുവാനും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് എക്സോഡസ് എന്ന നിലയിലേക്ക് ആളുകൾ പോകുന്നുവെന്ന് ഈ സർക്കാർ തുടങ്ങിയ 5 വർഷം മുമ്പ് 4.5 വർഷം മുമ്പ് ഇതേ സഭയിൽ പ്രതിപക്ഷത്തിലെ ചില നേതാക്കന്മാർ സംസാരിച്ചു. എക്സോഡസ് ആണ്, ഇവിടുന്ന് ആളുകൾ പുറത്തേക്ക് പോകണം. സാർ, എക്സോഡസ് അല്ല, റിവേഴ്സ് മൈഗ്രേഷൻ വഴി ധാരാളം ആളുകൾ തിരിച്ചു വരികയാണ്. നിരവധി വ്യവസായങ്ങൾ വരുന്നു, നിരവധി നിക്ഷേപം വരുന്നു, നമ്മുടെ ചെറുപ്പക്കാർ ഉൾപ്പെടെ പുറത്തു പോയി പഠിച്ചിട്ട് വരുന്നു, അവിടെ ജോലി ചെയ്തവർ തിരിച്ചു വരുന്നു, വിദേശികൾ ഉൾപ്പെടെ ഇവിടെ ജോലി ചെയ്യാൻ വരുന്നു. അങ്ങനെ കേരള എക്കണോമിയിൽ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സർക്കാരാണ്, ഒരു മുന്നണിയാണ് സാർ. വിഴിഞ്ഞം തുറമുഖം നടക്കില്ല എന്ന് പറഞ്ഞത്, ആ തുറമുഖം ഇന്ന് ഏറ്റവും കൂടുതൽ കപ്പലുകൾ, ഏറ്റവും കൂടുതൽ വലിയ കപ്പലുകൾ വരുന്ന സ്ഥലമായിരിക്കുന്നു. വലിയ മാറ്റം ഉണ്ടാവുന്നു സാർ. ആ കപ്പൽ വരുന്ന വലിയ തുറമുഖം മാത്രമല്ല സാർ, കാസർഗോഡ് വരെ, തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് വരെയുള്ള അതിവേഗ പാതകളടക്കമുള്ള കാര്യങ്ങൾ റോഡായാലും റെയിലായാലും വരുന്നു സാർ. അസംഭാവ്യം എന്ന് വിചാരിച്ചിരുന്ന ശബരി റെയിൽ, അതിപ്പോൾ 1,900 കോടി സംസ്ഥാന ഗവൺമെൻറ് പണം മാറ്റിവെച്ചിട്ടാണ് സാർ അതിപ്പോൾ നിർമ്മിക്കാൻ പോകുന്നത്. അതിൻ്റെ കരാറായി സാർ. സാർ, അത് തിരുവനന്തപുരത്തേക്ക് വിഴിഞ്ഞത്തേക്ക് നീട്ടുക എന്നുള്ളത് അടുത്ത ഘട്ടത്തിലേക്കുള്ള വർക്കാണ് സാർ. സാർ, തുരങ്കപ്പാത വയനാട് എന്നും ആ താമരശ്ശേരി ചുരം വഴിയുള്ള ട്രാഫിക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറ്റാൻ ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് ചുമലിൽ താങ്ങാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ തുരങ്കപ്പാത 2,000 കോടി മുടക്കി അതിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ആ നിർമ്മാണം നടന്ന് അതിവേഗം അത് പൂർത്തീകരിക്കും സാർ. അതേപോലെ പുതിയ പദ്ധതിയെ സംബന്ധിച്ച് പഠനം നടത്താൻ ഞങ്ങൾ ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞു സാർ. അത് നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് തേനിയിലേക്കാണ് സാർ. കട്ടപ്പനയിൽ നിന്ന് തേനിയിലേക്ക് ഒരു ടണൽ വരികയാണെങ്കിൽ 8 കിലോമീറ്റർ മതി സാർ. അതേസമയം റോഡിൽ കൂടി പോവുകയാണെങ്കിൽ 32 കിലോമീറ്റർ പോകണം കട്ടപ്പന തേനി സാർ. ഈ തരത്തിലുള്ള അടിസ്ഥാനപരമായ വലിയ മാറ്റങ്ങൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ നിക്ഷേപ പദ്ധതികൾ, സാമാന്യ ജനങ്ങൾക്ക് 14,500 കോടിയാണ് സാർ ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം മാറ്റിവെച്ചത് സാർ. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3,700 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. 400 കോടി ഈ ബഡ്ജറ്റിൻ്റെ രേഖകളിൽ സാർ നമ്മൾ പാസ്സാക്കുന്ന ബില്ലിൽ 400 കോടി കണക്ട് വർക്കിന് മാറ്റിവെച്ചിട്ടുണ്ട് സാർ. ആരോഗ്യരംഗത്ത് കാരുണ്യ പദ്ധതിക്ക് നിലവിലുള്ളതിനേക്കാളും വലിയ തോതിൽ വർധന വരുത്തിയിട്ടുണ്ട് സാർ. എല്ലാ മേഖലയിലും വർധന വരുത്തി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ വലിയ തോതിൽ വർധന വരുത്തി. അങ്ങനെ കേരളത്തെ കൂടുതൽ പ്രകാശമാനമായ ഒരു നാളുകളിലേക്ക് എത്തിക്കുകയാണ് സാർ. ബഡ്ജറ്റ് തുടങ്ങി ആ പ്രസംഗത്തിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ സാർ, എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും, എത്ര വരുമാനമുണ്ടെങ്കിലും, നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമൂഹത്തിലെ സമാധാനപരമായ അന്തരീക്ഷമാണ് സാർ. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ, ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ, ഭക്ഷണ സാധനങ്ങളുടെയും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും പേരിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ആകെ താല്പര്യങ്ങൾ അമേരിക്ക പറയുന്നതിനനുസരിച്ച് ടാക്സും ഇറക്കുമതി നിയമവും ഇന്റേണൽ ടാക്സും മാറ്റിക്കൊണ്ടിരിക്കുന്ന നാട്ടിൽ ഇന്ത്യയുടെ ആകെ ടാക്സ് വിഹിതം താഴോട്ട് വരുന്നൊരു ഘട്ടത്തിൽ ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് സാർ. ഈ സംസ്ഥാനത്ത് ഒരാളെയും, ഇന്ത്യയുടെ ഈ സഖ്യപർവ്വതത്തിനപ്പുറമുള്ള എല്ലാ സ്ഥലത്തും പലപ്പോഴും പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കേരളത്തിൽ ഒരാളെ പോലും വർഗീയ ലഹളയുടെ, വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കരങ്ങളിലേക്ക് തള്ളിവിടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അതിശക്തമായ നിലപാടെടുത്ത ഒരു കുട പോലെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു മുന്നണിയുടെ പേരാണ് സാർ ഇടതുപക്ഷ മുന്നണി. അതിൻ്റെ സർക്കാരാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ പ്രസംഗം നടത്തിയല്ലോ. SIR എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് എന്ന് പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ കയറി പ്രചരണം നടത്തിയില്ലേ സാർ? SIR പോലെ അതുപോലെ അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു സാർ. ഇതിനെല്ലാം ഒരു മറുപടിയാണ് സാർ നേറ്റിവിറ്റി കാർഡ്.
നേറ്റിവിറ്റി കാർഡ് വന്നു കഴിഞ്ഞാൽ നേറ്റിവിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ഒരാളെയും ഇവിടെ ആർക്കും പുറത്താക്കാൻ കഴിയില്ല എന്ന ചരിത്രപരമായ ഒരു പ്രഖ്യാപനം നടത്തിയ സർക്കാരാണ് സാർ ഇത്. അങ്ങനെ നടത്തിയൊരു സർക്കാർ കയറി എന്തൊക്കെ പ്രചരണം നടത്തിയത്? ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. സാർ, ഇവർക്ക് ഇതേ പറയാനുള്ളൂ. സാർ, കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. സാർ, ഈന്തപ്പഴത്തിന്റെ കുരുവിനകത്ത് ഈന്തപ്പഴത്തിന്റെ കുരു സ്വർണ്ണമാണെന്ന് പറഞ്ഞില്ലേ സാർ? മുഖ്യമന്ത്രി ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ ബിരിയാണി ചെമ്പ് സ്വർണ്ണമാണെന്ന് പറഞ്ഞില്ലേ സാർ? പരിശുദ്ധ ഖുർആനകത്ത് സ്വർണ്ണ കട്ടകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു സാർ. ഈ സ്വർണ്ണം എവിടെയാണ്? ഈ കാര്യം പറഞ്ഞ ആളുകൾ ലജ്ജ വേണ്ടേ സാർ? അവർക്ക് ഒരു മാപ്പ് പറയണ്ടേ സാർ? ഇവിടെ വീണ്ടും മന്ത്രി പറയുകയാണല്ലോ, കേരളത്തിലാകെ ജനങ്ങളെ നുണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തിന്റെ അണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നേരെ തിരിഞ്ഞുകുത്തുകയാണ് സാർ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 100% ആത്മാർത്ഥതയോടുകൂടി പറയുന്നു, ഞങ്ങൾ പറഞ്ഞ ബഡ്ജറ്റിൽ, ഞങ്ങൾ വെച്ച ബഡ്ജറ്റ് അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ബഡ്ജറ്റാണ്. കേരളത്തെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, വളരെയേറെ വികസനം എത്തിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും വികസനത്തിന്റെ നന്മകളും നേട്ടങ്ങളും എത്തിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റാണ് സാർ ഇവിടെ നമ്മൾ അവതരിപ്പിച്ചത്. അത് അടുത്ത വർഷം കൃത്യമായി നടപ്പിലാക്കാൻ തുടർച്ച എന്ന് പറയുന്നത് ഇടർച്ചയില്ലാതുള്ള തുടർച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. ഇവിടെ നുണപ്രചരണങ്ങൾ NBRന്റെ കാര്യത്തിലായാലും അതുപോലെ SIRന്റെ കാര്യത്തിലായാലും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നിൽ വസ്തുതകൾ പുറത്തു വരും സാർ. ഇവിടെ ഈ ബഡ്ജറ്റ് നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ കേരളം ബഹുദൂരം മുന്നോട്ട് പോകും. കേരളം ലോകത്തു നിന്നെല്ലാം ആളുകൾ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന നോളജ് എക്കണോമി എന്ന് പറയുന്ന വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ, പുതിയ തരത്തിലുള്ള ജോലികൾ, ശാന്തവും സുന്ദരവുമായ ഒരു സമൂഹം മാത്രമല്ല, നല്ല വെള്ളവും നല്ല ആകാശവും നല്ല കാലാവസ്ഥയും എല്ലാമുള്ള ഹരിത ശ്യാമളമായ ഒരു നല്ല നാട്. ആ നാട്ടിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മറ്റു പല സ്ഥലത്തും പവർ കട്ടുള്ളപ്പോൾ നമുക്ക് നാച്ചുറലായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ കേരളത്തെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ആ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ കേരളീയൻ്റെയും ആവശ്യമാണ് സാർ. രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവും പരസ്പരം, പക്ഷേ ഓരോ കേരളീയൻ്റെയും ആവശ്യമാണ് ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നിന്ന് പറയുന്ന ആ ആശയം കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് സാർ ഞങ്ങൾ ഈ ഗവൺമെൻറ് കളക്റ്റീവായി എടുത്തിട്ടുള്ളത്. ആ കളക്റ്റീവായി ചെയ്ത പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി ഈ സമ്മേളനം നമ്മുടെ സഭാ സമ്മേളനത്തിൻ്റെ അവസാന സമ്മേളനമാണ്. ഈ സഭാ സമ്മേളനത്തിനകത്ത് കൃത്യമായ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം എന്തായാലും പ്രതിപക്ഷം ഉണ്ടാക്കിയില്ല. പക്ഷേ സാർ, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യം ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2ാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവർ ഇടതുപക്ഷത്തെ തന്നെ പിന്തുണയ്ക്കുമെന്ന് ഞാൻ കരുതുന്നു സാർ. ഈ ബഡ്ജറ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് തയ്യാറാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫിനാൻസ് ബില്ലാണ് സാർ. അതിൻ്റെ ഫിനാൻസ് ബില്ലിൻ്റെ 2 ഭാഗവും അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ അംഗങ്ങളോടും അതിന് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വാർത്ത അവസാനിപ്പിക്കുന്നു സാർ. ചർച്ചയില്ല. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ 2026 കേരള ധനകാര്യ ബിൽ, 2026 കേരള ധനകാര്യ 2ാം നമ്പർ ബിൽ എന്നിവ പരിഗണന എടുക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2026 കേരള ധനകാര്യ ബിൽ, 2026 കേരള ധനകാര്യ 2ാം നമ്പർ ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ചർച്ചയില്ല. ഇനി 2026 കേരള ധനകാര്യ ബിൽ, 2026 കേരള ധനകാര്യ 2ാം നമ്പർ ഭേദഗതി ബിൽ എന്നിവ പരിഗണന എടുക്കണമെന്ന് ഉപക്ഷേപം അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ അംഗീകരിച്ചിരിക്കുന്നു. ബില്ലുകൾ പരിഗണനക്കെടുക്കുന്നു. 2026 കേരള ധനകാര്യ ബിൽ വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2 മുതൽ 6 വരെ വകുപ്പുകൾ ഭേദഗതിയില്ല. ഇനി സാർ, ഒരു ഒഫീഷ്യൽ അമെൻമെൻ്റ് ഉണ്ട് സാർ. ഫിനാൻസ് ബില്ലിൽ ക്ലോസ് 2 പേജ് 2 സാർ. അതിനകത്ത് ഇൻ ദി പ്രൊവിസോ ഓഫ് സെക്ഷൻ 13A അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൊപ്പോസ് ടു ബി ഇൻസർട്ടഡ് ഇൻ ദ കേരള ഫിനാൻസ് ബിൽ ആക്ട് 2025 ബൈ ക്ലോസ് 2 ഓഫ് ദ ബിൽ ഫോർ ദ വേർഡ്സ് ടാക്സ് ഓർ സർചാർജ് ഡിമാൻഡ് എന്നുള്ളത് ദ വേർഡ്സ് ടാക്സ് ഓർ സർചാർജ് എന്ന് ആക്കണം സാർ. ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. സോ ടാക്സ് ഓർ സർചാർജ് ഡിമാൻഡ് എന്നുള്ളത് ദ വേർഡ്സ് ടാക്സ് ഓർ സർചാർജ് ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഈ ചെറിയൊരു കാര്യമേ ഉള്ളൂ. ആ ഡിമാൻഡ് എന്നുള്ള വാക്ക് ഒഴിവാക്കണം. അതൊരു കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് സാർ. ക്ലോസ് 2 ആണ് സാർ. ക്ലോസ് 2 ബാക്കി ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് സാർ. യെസ്. 2ാം വകുപ്പിൽ ബഹുമാനപ്പെട്ട മന്ത്രി വെർബലായി മൂവ് ചെയ്ത ഒഫീഷ്യൽ ഭേദഗതി ഒഴിച്ച് മറ്റ് ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 2 മുതൽ 6 വരെ വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2 മുതൽ 6 വരെ വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1ാം വകുപ്പും പീടികയും പേരും ഭേദഗതിയിലില്ല. ഇനി 1ാം വകുപ്പും പീടികയും പേരും
ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പക്ഷത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒന്നാം വകുപ്പ് പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വായന. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2026 കേരള ധനകാര്യ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സാർ 2026 കേരള ധനകാര്യ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2026 കേരള ധനകാര്യ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്ന ബിൽ പാസ്സായിരിക്കുന്നു. 2026 കേരള ധനകാര്യ 2-ാം നമ്പർ ബിൽ വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2-ാം വകുപ്പ് ഭേദഗതിയില്ല. ഇനി 2-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 2-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പ് പീടികയും പേരും ഭേദഗതിയില്ല. ഇനി 1-ാം വകുപ്പ് പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വായന. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2026 കേരള ധനകാര്യ 2-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സാർ 2026 കേരള ധനകാര്യ 2-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2026 കേരള ധനകാര്യ 2-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്ന ബിൽ പാസ്സായിരിക്കുന്നു. 2026 കേരള ധനവിനിയോഗ ബിൽ 2-ാം നമ്പർ ബിൽ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളന കലണ്ടറിൽ ഭാഗികമായി ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ച് ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സാർ 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളന കലണ്ടർ ഭാഗികമായി ഭേദഗതി ചെയ്ത് 2026 കേരള ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ ഇന്നേ ദിവസം അവതരിപ്പിക്കുന്നതിനും പരിഗണനയ്ക്കെടുക്കുന്നതിനും ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2026 കേരള ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സാർ 2026 കേരള ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2026 കേരള ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സാർ 2026 കേരള ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. സാർ കേട്ടില്ല. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നു. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? ഇപ്പം ഈ ബില്ലിൽ ഇല്ല. യെസ്. കമൻറ്റ് മറുഭാഗത്താണ് വരുന്നത്. മിനിസ്റ്ററാണ് നോ പറയേണ്ടത്. ചില അംഗങ്ങൾ നോ പറയുന്നുണ്ട്. യെസ്. ഇനിയും ഈ അജണ്ട കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുവാണല്ലോ. അല്ല, അത് പറയാം. ക്ലോഷർ മോഷൻ ആയിട്ടില്ല. ക്ലോസർ മോഷൻ അല്ല. അപ്പോൾ സംസാരിച്ച് ഒരു വാക്ക് സംസാരിക്കുക. സാർ ഇത് നമ്മുടെ ഈ ബില്ല് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സാർ. ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. പൊളിറ്റിക്കൽ കാര്യങ്ങളല്ല, പക്ഷേ ഈ ബില്ല് നടപ്പിലാക്കുന്നതിന് ഭാഗമായി നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം പറഞ്ഞു. നടപ്പിലാക്കില്ല എന്നാണല്ലോ ധാരണയുണ്ടായിരുന്നത്. ഒരു ഡി എ 3% ഇപ്പോൾ കൊടുക്കും, പിന്നീടുള്ള ഡി എ ഏപ്രിൽ 1 കൊടുക്കും എന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കാനല്ല, ശമ്പള പരിഷ്കരണം കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ ഇത് നടപ്പില്ലാന്ന് പറഞ്ഞു. സാർ ആ ഡി എ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ ഇറങ്ങി സാർ. ഇപ്പോൾ ഈ മാസവും അടുത്ത മാസങ്ങളും പിന്നെ അത് വരും സാർ. അത് പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യാവുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയാറുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. പിന്നൊന്ന് ശമ്പള കമ്മീഷൻ്റെ കാര്യം സാർ. ശമ്പള കമ്മീഷനെ ഇന്നലെ നിശ്ചയിച്ചിട്ടുണ്ട് സാർ. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയി അധ്യക്ഷനായ 3-അംഗ ശമ്പള കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ ശമ്പള കമ്മീഷന് TOR-നകത്ത് 3 മാസം കൊണ്ട്, ബാക്കി വിശദമായ TOR ഉണ്ട്, 3 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകണം എന്നുള്ള തരത്തിൽ തന്നെയാണ് സാർ അതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് സാർ. ഇനി പെൻഷൻ നമ്മുടെ അഷ്വേർഡ് പെൻഷൻ്റെ കാര്യത്തിനകത്തുള്ള കാര്യങ്ങളും ഇപ്പോൾ തന്നെ അതിൻ്റെ ഓർഡർ ഇറങ്ങി സാർ. അതുപോലെ ഡി എ കൊടുക്കുന്നതിന് ഉള്ള കുടിശ്ശിക ഡി എ എല്ലാം കൊടുക്കുന്ന അതിനുമുള്ള ആവശ്യമായ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും സാർ. അതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം കൂടി പറയണം സാർ. ഇത് കൃത്യമായി പറയുന്നു സാർ. ഇത്തരം കാര്യങ്ങളെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്യും സാർ. ഇവിടെ ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ BJP-യും കോൺഗ്രസും ചേർന്നടക്കം ഇക്കാര്യങ്ങൾ എതിർക്കുന്നു എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അവരൊരുമിച്ച് ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഈ ബുദ്ധിമുട്ടിനിടയ്ക്ക് കൂടെയും സാർ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനം സാർ. ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലം കേരളത്തെ സംബന്ധിച്ചുണ്ടായിട്ടില്ല സാർ. അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം, കേന്ദ്രം ഇന്ത്യയിൽ ശരാശരി സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിൽ 53% കൊടുക്കുമ്പോൾ 26%, 25% ചുരുക്കിയിട്ട് പോലും നമ്മളിങ്ങനെ പിടിച്ചു നിന്ന് സാർ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് ഈ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുകയാണ് സാർ. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് സാർ നമ്മൾ ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് അംഗീകരിക്കണം എന്നുള്ളത്, പാസ്സാക്കണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യുന്നു സാർ. 2026
കേരള ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ എടുക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2-3 വകുപ്പുകൾ ഭേദഗതിയില്ല. 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. പട്ടിക ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീടികയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പ് പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. 1-ാം വകുപ്പ് പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2026 കേരള ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2026 കേരള ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2026 ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.